അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് ശാസ്ത്ര ലോകത്തെ ഇപ്പോഴും കുഴപ്പിക്കുന്നത്. കഴിഞ്ഞ 100ഓളം വർഷങ്ങളായിട്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണിത്. ഇത്രയധികം കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതുവരെ നമുക്ക് ഒരു ജീവനെ പോലും ഭൂമിക്കപ്പുറം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ എവിടെയാണ് ശരിക്കും എല്ലാവരും? നമ്മുടെ ചാനൽ എടുത്തു നോക്കുകയാണെങ്കിൽ പറക്കുംതളികളെ പറ്റിയിട്ട് ഒരുപാടധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് സെലക്ട് ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ പ്രധാന കാരണം പറക്കുംതളിക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പൊങ്ങി വരുന്നത് ഒരുപാടധികം ഫേക്ക് ആയിട്ടുള്ള കേസസ് ആണ്. അപ്പൊ ഇവിടെ ഒരുപാട് ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. ഈ പറയുന്ന പറക്കുംതളികളും അന്യഗ്രഹ ജീവികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും ഈ അന്യഗ്രഹ ജീവികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇത്തരം വർഷങ്ങളായിട്ടും അന്യഗ്രഹ ജീവികൾ എന്നുള്ള ഒരു സംഭവം നമ്മളെ പോലത്തെ ഒരു ലിവിങ് ഓർഗാനിസം ആണ് എന്നുള്ളൊരു തിങ്കിങ് ആണ് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മളെപ്പോലെ ചോരയും നീരുമുള്ള ഒരു ജീവി അത് വേറൊരു ഗ്രഹത്തിൽ ജീവിച്ചെന്നത് കൊണ്ട് തന്നെ ആ ഗ്രഹവുമായിട്ട് അഡാപ്റ്റ് ചെയ്തു വരുന്ന ഒരു ശരീര പ്രകൃതമുള്ള ഒരു ജീവി, അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനിലൂടെയാണ് നമ്മൾ അന്യഗ്രഹ ജീവികളെ കാണുന്നത്. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മനുഷ്യർ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവത്തെ കണ്ടെത്താത്തതിന്റെ റീസൺ വേറെ എന്തെങ്കിലും ആണെങ്കിലോ? അപ്പോൾ ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പോതെസിസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഇന്റർ ഡയമെൻഷണൽ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ വലിയൊരു സംഭവം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, എന്നാൽ കുറച്ച് ചിന്തിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോ ഈ തിയറി ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന ആ ഒരു സംഭവമില്ലേ, അത് നമ്മുടെ ഡയമെൻഷനിലല്ല ജീവിക്കുന്നത്. അതായത് നമ്മളിപ്പോ ജീവിക്കുന്നത് 3 ഡയമെൻഷനിലാണ്. ഇപ്പൊ സമയവും ഗ്രാവിറ്റിയും കൂടി കൂട്ടുകയാണെങ്കിൽ 5 ഡയമെൻഷനിലാണ് ശരിക്കും നമ്മളിപ്പോ ജീവിക്കുന്നത്. ഈ 5 ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനപ്പുറം ഒരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പോട്ടെ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. സമയം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡയമെൻഷൻ ആണ്, മുന്നോട്ടേക്ക് മാത്രം പോകുന്ന ഒരു ആരോ മാർക്കാണ് ശരിക്കും ടൈം എന്ന് പറയുന്നത്. അപ്പോ ഈ 4 ഡയമെൻഷനപ്പുറം 5ാമത്തെ ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഡയമെൻഷൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരിക്കലും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോ ആ ഒരു ഡയമെൻഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ജീവജാലം അല്ലെങ്കിൽ ഒരു ക്രീച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം ഓഫ് ഇന്റലിജൻസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. അവരെ ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതിന്റെ പ്രധാന കാരണം ആ ഒരു ഡയമെൻഷൻ നമ്മുടെ ആ ഒരു റീച്ചിനും അപ്പുറം കിടക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഈ തിയറി പറയുന്നത് ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾ ഒരുപാടധികം കോടി ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളായിരിക്കില്ല, പകരം നമ്മുടെ ഭൂമിയിൽ തന്നെ ജീവിച്ചു വരുന്ന ഒരു ജീവജാലമായിരിക്കാം. പക്ഷേ അവരുടെ ആ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ കൂടിയ സാധനം മടിച്ചു വന്നിട്ട് വന്നിരുന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിന് ഒരുപാടധികം തെളിവുകളുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ രൂപത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതേ എക്സ്പെരിമെന്റ് ഞാൻ ഏകദേശം ഒരു 1-1.5 വർഷങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ അതേ എക്സ്പെരിമെന്റ് തന്നെ ഇപ്പൊ പറഞ്ഞുതരാം. ബേസിക്കലി സമയം എന്നുള്ളൊരു ഡയമെൻഷൻ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ജീവിക്കുന്നത് 3 ഡയമെൻഷനിലാണ്. അതിനെ ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ എടുത്തു വെക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, പിന്നെ ഇസഡ് ആക്സിസ് ഉണ്ടാവും. ഈ 3 ആക്സിസും കൂടി കൂടുമ്പോഴാണ് ശരിക്കും അവിടെ 3 ഡയമെൻഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇനി ഈ 3 ആക്സിസിന് പകരം നമ്മൾ 2 ആക്സിസ് എടുക്കുകയാണെങ്കിൽ അത് 2 ഡയമെൻഷൻ ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു 2 ഡയമെൻഷണൽ സ്പേസ് മാത്രമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ എക്സ് ആക്സിസും ഇസഡ് ആക്സിസും മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതും ഒരു 2 ഡയമെൻഷൻ പ്ലെയിൻ പോലെ തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം കോൺസെൻട്രേഷനോടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാൽ മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന ആ ഒരു 2 ഡയമെൻഷനില്ലേ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയുന്ന ആ ഒരു 2 ഡയമെൻഷനില്ലേ, ആ ഒരു ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇസഡ് ആക്സിസ് എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷൻ ഇല്ല. അതായത് റിയാലിറ്റിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് എന്നുള്ള ഡയമെൻഷൻ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, സമയം എടുത്ത് നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുക.
നിങ്ങളിപ്പോൾ ഈ 2 ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെയാണ് എന്ന് ഞാൻ പയ്യെ ഒന്ന് പറഞ്ഞുതരാം. ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിന്റെ കാരണം എന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈനിന് ഹൈറ്റ് ഇല്ല. ഇസഡ് ആക്സിസ് എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷൻ ഇല്ല. അത് 2Dയിലുള്ള ഒരു സംഭവമാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ബുക്കിൽ വര വരയ്ക്കുമ്പോൾ ആ ഒരു സംഭവം ശരിക്കും 2 ഡയമെൻഷനിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതേ 2 ഡയമെൻഷനിൽ ജീവിക്കുന്ന നിങ്ങൾ ഒരു വരേനെ കാണുന്നത് അതേപോലെ തന്നെ ഒരു വരയായിട്ട് തന്നെയായിരിക്കും. അതിന്റെ കാരണം നിങ്ങളും ആ വരയും 2 ഡയമെൻഷൻ തന്നെയാണ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമാണ് ഈ വീഡിയോയുടെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ അടുത്തതായിട്ട് ഒരു ബോൾ എടുക്കുക. അതായത് സാധാരണ 3 ഡയമെൻഷനിലുള്ള ഒരു ബോൾ നിങ്ങൾ എടുക്കുക. അപ്പോഴത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഈ ബോളിനെ 2 ഡയമെൻഷനിൽ ജീവിക്കുന്ന നിങ്ങൾ എങ്ങനെയായിരിക്കും കണ്ണുകൾ കൊണ്ട് കാണുന്നത്? ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് 2 ഡയമെൻഷനിലാണ്. ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷൻ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു 3 ഡയമെൻഷണൽ ബോളിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും കാണുന്നത് എന്ന് ഞാൻ ചെറുതായിട്ട് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമുള്ള ഒരു 2 ഡയമെൻഷൻ, അവിടെയാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ശരിക്കും ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു ചിത്രം ടോപ്പ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു 2 ഡയമെൻഷന്റെ രൂപമാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു 2 ഡയമെൻഷന്റെ സൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അതായത് ഇവിടെ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരൊറ്റ വര മാത്രമായിരിക്കും കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ ടോപ്പ് വ്യൂയും സൈഡ് വ്യൂയും ഞാൻ 2 ഇമേജ് ആയിട്ട് കാണിക്കാം. ഇനി ഈ ഡയമെൻഷനിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോൾ പാസ് ചെയ്ത് പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ച ഇതേപോലെ ആയിരിക്കും. അതായത് ആദ്യം ഒരു ചെറിയൊരു കുത്ത് മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഈ കുത്ത് വലുതായി ഇങ്ങനെ ലൈൻ പോലെ ഇങ്ങനെ വലുതായി വരുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ ലൈൻ വലുതായി ഒരു മാക്സിമം പോയിന്റിങ്ങിന് എത്തും. അത് കഴിഞ്ഞിട്ട് ഈ ലൈൻ വീണ്ടും ചെറുതായി ഒരു കുത്ത് മാത്രമായിട്ട് മാറുകയും ചെയ്യും. അവസാനം ഈ ബോൾ ആ ഒരു ഡയമെൻഷനിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആ കുത്ത് അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോവുകയും ചെയ്യും. 2 ഡയമെൻഷനിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കാണാൻ കഴിയില്ല. കാരണം നിങ്ങൾ ജീവിക്കുന്നത് വെറും 2 ഡയമെൻഷനിൽ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ശരിക്കും നിങ്ങൾ എന്തിനെയാണ് കണ്ടത്? ഒരു കുത്ത് വലുതായിട്ട് പിന്നെ ചെറുതാവുന്നതാണോ, അതൊരു ബോളിനെയാണോ? ഇവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഒരു ബോളിനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിൽ ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബോളിനെ ഈ ഒരു രൂപത്തിലായിരിക്കും കാണാൻ കഴിയുന്നത്. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ 2 ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് 3rd ഡയമെൻഷൻ, അതായത് 3ാമത്തെ ഡയമെൻഷനെ കാണാനോ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനോ അതിനെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല, നമ്മൾക്ക് ആ ഒരു ഡയമെൻഷനെ കൺസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി ഇതേ ലോജിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഏതൊരു ഡയമെൻഷനിലാണ്? 3 ഡയമെൻഷനിലാണ്. ഇപ്പൊ ടൈം എന്നുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ബേസിക്കലി നമ്മളിപ്പോൾ ജീവിക്കുന്നത് 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ഈ 3 ഡയമെൻഷൻ കൂടാണ്ട് വേറൊരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ഇന്റലിജൻസോ എന്തെങ്കിലും ഒരു സംഭവം എന്തോ ഒരു ഐറ്റത്തെ നമ്മുടെ 3rd ഡയമെൻഷനിലൂടെ പാസ് ചെയ്യിപ്പിച്ച് വിട്ടു എന്ന് നിങ്ങൾ വിചാരിക്കാം. നേരത്തെ 3 ഡയമെൻഷനിൽ ജീവിക്കുന്ന ആള് 2 ഡയമെൻഷനിലേക്ക് ബോൾ കടത്തി വിട്ട അതേ അവസ്ഥ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 4th ഡയമെൻഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെയാണ് നേരത്തെ പോലെ തന്നെ ഈ 3 ഡയമെൻഷനിലൂടെ പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ കാണുന്നത് വേറെ എന്തോ ഒരു രൂപത്തിലായിരിക്കും. അതിന്റെ ഒറിജിനൽ രൂപവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവത്തെ ആയിരിക്കും നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോ ഈ ഒരു ഹൈപ്പോത്തസിസ് പറയുന്നത് ചിലപ്പോ നമ്മളിപ്പോ ഈ ലോകമെമ്പാടും കാണുന്ന പറക്കും തളികൾ എന്നൊക്കെ പറയുന്ന ഒരു ഫിനോമിനൻ ഇല്ലേ, അത് ചിലപ്പോ ഇതുപോലുള്ള ഒരു ഹയർ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ജീവജാലം ഈ 3 ഡയമെൻഷനായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഗ്ലിച്ച് പോലത്തെ ഒരു ഐറ്റം ആയിരിക്കാം. ഞാൻ ഒരു കാര്യം തെളിവില്ലാണ്ട് പറയാറില്ല. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് 2004 ടിക് ടാക് UFO എന്ന് പറയുന്ന ഒരു പറക്കും തളിയുടെ റിയൽ ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് വിലയുള്ള ക്യാമറ എക്യുപ്മെന്റ്സും നേവൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അന്നത്തെ അവിടെയുള്ള കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള ഡേവിഡ് ഫ്രേവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
അദ്ദേഹം എന്താണ് പറയുന്നത് വെച്ചാൽ ആദ്യം ഈ ഒരു ഒബ്ജക്റ്റ് ഏകദേശം 80,000-ഓളം അടി ഉയരത്തിലാണ് ഇവർ ആദ്യം ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിനുശേഷം കേവലം 1 സെക്കൻഡ് താഴെ സമയം കൊണ്ട് 80,000 അടി ഹൈറ്റിൽ നിന്ന ആ ഒരു ഒബ്ജക്റ്റ് സീ ലെവൽ, അതായത് കടലിന്റെ ആ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നു. ഇത്ര അധികം വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റും നമ്മൾക്ക് ഇതുവരെയായിട്ട് അറിയില്ല. നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ള ശാസ്ത്രപരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇത്ര അധികം വേഗത്തിൽ ആക്സലറേറ്റ് ചെയ്ത് അപ്പൊ തന്നെ ബ്രേക്ക് പിടിക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, ആ ഒരു ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തകർന്ന് തരിപ്പിടമായി പോകണം. കാരണം അത്ര അധികം ഇമ്മൻസ് ആയിട്ടുള്ള ആക്സലറേഷൻ ആണ് ശരിക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരു സംഭവം വെറും ഒരു തോന്നലായിക്കൂടെ എന്നുള്ളൊരു സംശയമായിരിക്കും ചിലർക്കൊക്കെ ഉണ്ടാവുക. നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുക, ഇത് ആരാണ് എടുത്തതെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ശരിക്കും റിയൽ ആയിട്ട് നമ്മുടെ കൺമുന്നിലൂടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ശാസ്ത്രം കാഴ്ചപ്പാടും വെച്ചിട്ട് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഇന്റർ ഡയമെൻഷണൽ ഹൈപ്പോത്തസിസ് ഉപയോഗിച്ച് മാത്രം ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയർ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഡയമെൻഷനിലേക്ക് കയറി വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയായിരിക്കാം ചിലപ്പോൾ ഇത്. അതുകൊണ്ടായിരിക്കാം ഇത്ര അധികം റാപ്പിഡ് ആയിട്ടുള്ള ആക്സിലറേഷൻ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് റിയാലിറ്റിയിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഒരുപാടധികം UFO കേസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള പറക്കുന്ന കളികളൊക്കെ ഒരൊറ്റ ഷേപ്പ് ആയിരിക്കില്ല. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ അതൊരു വട്ടത്തിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും, പിന്നീട് അത് വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ടെക്നോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇമ്പോസിബിൾ ആണ്. അതും ഈ സംഭവങ്ങളെല്ലാം വളരെയധികം റാപ്പിഡായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10,000 km/h ആയിട്ടായിരിക്കും ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു വേഗത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ ആക്സിലറേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിപ്പോ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ പോസ് ചെയ്യില്ലേ, അതേപോലെയാണ് ആ ഒരു സംഭവം മിഡ് എയറിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ കറന്റ് ഫിസിക്സ് ഉപയോഗിച്ച് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ഫിസിക്സിന് ഒരുപാടധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു തിയറിക്ക് പ്രാധാന്യം വരുന്നത്. ശരിയാണ്, ഇത് വെറും ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഈ ഒരു സംഭവത്തെ തള്ളിക്കളയാൻ പറ്റും. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക. 3 ഡയമെൻഷൻ അപ്പുറം ഒരു ഡയമെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സയൻസ് ഫിക്ഷൻ അല്ലേ, നമ്മൾ സിനിമകളൊക്കെ കാണുന്ന ഒരു സംഭവമല്ലേ. ഇപ്പൊ സിനിമകളാണ് ഒരുപാടധികം പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതല്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. പക്ഷേ മെയിൻ സ്ട്രീം സയൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കൂടെ ഇതിപ്പോ ശാസ്ത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ കൂടെ തന്നെ 11ഓളം ഡയമെൻഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ശാസ്ത്രം പറയുന്നത്. അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നമ്മുടെ ഡയമെൻഷനായിട്ട് കൂട്ടിക്കലർന്നപ്പോൾ ഉണ്ടായ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ പറക്കുന്ന കളിയാണ്. എന്ത് തന്നെയായാലും നമ്മുടെ ലോകവും നമ്മുടെ യൂണിവേഴ്സും വളരെയധികം രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാടധികം കാര്യങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ പറക്കുന്തളിയ എന്ന് പറയുന്നത് വെറും ഒരു കള്ളമാണെന്നാണ് ഒട്ടുമിക്ക മലയാളികളുടെ ഒരു ധാരണ, അവരുടെ ഒരു തിങ്കിങ് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാര്യം എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാവുന്നില്ല. ഒരുപാടധികം രാജ്യങ്ങളിൽ ഗവൺമെന്റൽ രീതിയിൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്ന ഒരു ടോപ്പിക്കാണ് ശരിക്കും പറക്കുന്തളിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലത്തും ഇതൊക്കെ വെറും തള്ളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വെറും ഫേക്ക് ആണ്, ഇത് വെറും ഒരു കോൺസ്പിറസി ആണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾക്കറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു ശാസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കാം. അപ്പോൾ ഈ ഒരു തിയറി ബേസിക്കലി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പേസിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് വേറൊരു ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു സംഭവമാണ് എന്നേ ഉള്ളൂ. ഇപ്പൊ ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഫോം ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം. ഈ ഒരു സംഭവത്തെ നമ്മുടെ പൂർവികർ കണ്ടിട്ട് അതിനെ ദൈവമായിട്ട് കൺസിഡർ ചെയ്തതായിരിക്കാം. ആ ഒരു സംഭവമായിരിക്കാം ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. ഇപ്പൊ മോഡേൺ എറയിൽ ഈ ഒരു സംഭവത്തെ നമ്മൾ അതിനെ കാണുമ്പോൾ അതിനെ നമ്മൾ ഒരു പറക്കും തളിയ എന്ന് കാണുന്നതുമായിരിക്കാം.
ഇത് ശരിക്കും നിങ്ങളുടെ ബ്രെയിനിനെ പിഴിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക് ആണെന്ന് എനിക്കറിയാം, പക്ഷെ വളരെയധികം രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഊഴമാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു സംഭവത്തിലൊക്കെ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? നിങ്ങളുടെ തിയറീസ് എന്തൊക്കെയാണ്? അപ്പോൾ അതൊക്കെ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.